ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് സബ്ജക്റ്റിലെ ദ മിസ്റ്റീരിയസ് പിക്ചർ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. ഈ ചാപ്റ്റർ എഴുതിയിരിക്കുന്നത് ചാൾസ് ഡിക്കോസ്റ്റർ എന്ന് പറയുന്ന ഒരു ബെൽജിയൻ റൈറ്ററാണ്. ഹി ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ബെൽജിയൻ ലിറ്ററേച്ചർ. അദ്ദേഹം ബെൽജിയൻ സാഹിത്യത്തിൻ്റെ പിതാവ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ദ മിസ്റ്റീരിയസ് പിക്ചർ എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോറിയുടെ മെയിൻ ക്യാരക്ടർ ടിൽ ഉലൻസ്പീഗൽ എന്ന് പറയുന്ന ഒരാളാണ്. അദ്ദേഹം ഒരു ഫ്ലമിഷ് പെയിന്ററാണ്. ഫ്ലാൻഡേഴ്സ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്ന് വരുന്നവർക്കാണ് ഫ്ലമിഷ് എന്ന് സൂചിപ്പിക്കുന്നത്. നോർത്തേൺ ബെൽജിയത്തിലെ ഒരു റീജിയൻ ആണ് ഫ്ലാൻഡേഴ്സ്. ഈ ടിൽ എന്ന ആളുടെ ഒരു സ്റ്റോറിയാണ് ഇതിൽ പറയുന്നത്. മിസ്റ്റീരിയസ് പിക്ചർ എന്നതിനർത്ഥം നിഗൂഢമായ ചിത്രം എന്നാണ്. സോ നമുക്ക് ഈ സ്റ്റോറിയിൽ പറയുന്നത് എന്താണെന്ന് നോക്കാം. ഈ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് ടിൽ എന്ന് പറയുന്ന പെയിന്ററായിട്ടുള്ള ടിൽ എന്ന് പറയുന്ന ആൾ, അദ്ദേഹം തന്റെ കഴുതപ്പുറത്ത് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരാളായിരുന്നു. ആ ഒരു രാജകൊട്ടാരത്തിൽ നിന്നും മറ്റൊരു രാജകൊട്ടാരത്തിലേക്ക് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് അവസാനം അവൻ ബാറ്റൻബർഗ് എന്ന സ്ഥലത്തെ ആർച്ച്ഡ്യൂക്ക് എന്ന ഒരു രാജകുമാരന്റെ കൊട്ടാരത്തിൽ എത്തിയിരിക്കുകയാണ്. ഈ ടിൽ എന്ന് പറയുന്ന ആൾ വളരെ ലീനായിട്ടുള്ള മെലിഞ്ഞ ആളായിരുന്നു. അങ്ങനെ ടിൽ ആ കൊട്ടാരത്തിൽ എത്തിയപ്പോൾ അവിടുത്തെ കാവൽക്കാരിലെ ക്യാപ്റ്റൻ ആയിരുന്ന ആൾ, അദ്ദേഹം ക്യാപ്റ്റൻ ഓഫ് ഗാർഡ്സ് എന്നാണ് ഈ സ്റ്റോറിയിൽ അറിയപ്പെടുന്നത്, അയാൾ ടില്ലിനെ തടഞ്ഞു. ക്യാപ്റ്റൻ ഓഫ് ഗാർഡ്സ് എന്ന് പറയുന്ന ആൾ വളരെ ഉയരമുള്ള, നല്ല ആരോഗ്യമുള്ള, ചെമ്പിച്ച മുടിയുള്ള, 25 വയസ്സ് പ്രായമുള്ള ഒരാളായിരുന്നു. അങ്ങനെ ഈ ആർച്ച്ഡ്യൂക്ക് ടില്ലിനെ കാണുകയും അയാൾ ആരാണെന്ന് ചോദിക്കുകയും ചെയ്തു. അപ്പോൾ ടിൽ അദ്ദേഹം വരച്ച കുറച്ച് പെയിന്റിങ്സ് കാണിക്കാൻ വന്നതാണ് എന്ന് ആർച്ച്ഡ്യൂക്കിനോട് പറഞ്ഞു. ടിൽ ഒരു ഫ്ലെമിഷ് പെയിന്റർ ആണ് എന്ന് പറയുകയും ചെയ്തു. അങ്ങനെ ആർച്ച്ഡ്യൂക്ക് ടില്ലിനെ തന്റെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു. അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഫ്ലമിഷ്കാരായ പെയിന്റേഴ്സിനും അവരുടെ ചിത്രങ്ങൾക്കും യൂറോപ്പിൽ വളരെയധികം ഡിമാൻഡുള്ള ഒന്നായിരുന്നു എന്ന്. അങ്ങനെ ടിൽ അവൻ വരച്ച ഓരോ പെയിന്റിങ്സും ആർച്ച്ഡ്യൂക്കിന് കാണിച്ചു കൊടുത്തു. ടിൽ വളരെ സൂത്രശാലിയായ ഒരാളായിരുന്നു. അവൻ രാജാവിനെ സുഖിപ്പിക്കുന്ന രീതിയിൽ വളരെയധികം സംസാരിച്ചു. അതുകൊണ്ട് തന്നെ ആർച്ച്ഡ്യൂക്കിന് ടില്ലിന്റെ പെയിന്റിങ്സ് ഇഷ്ടമാവുകയും അവനെ അദ്ദേഹത്തിന്റെ കോട്ട് പെയിന്ററായി നിയമിക്കുകയും ചെയ്തു. അവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന കോട്ട് പെയിന്റർ മരിച്ചിട്ടുണ്ടായിരുന്നു. ആ സ്ഥാനത്തേക്കാണ് ടില്ലിനെ രാജാവ് നിയമിച്ചത്. അതിനുശേഷം രാജാവ് അവനോട് അദ്ദേഹത്തിന്റെയും മറ്റു കൊട്ടാര നിവാസികളുടെയും എല്ലാം ഒരു ചിത്രം വരക്കാൻ ആവശ്യപ്പെട്ടു. യഥാർത്ഥത്തിൽ ഇപ്പോൾ എങ്ങനെയാണോ അവരെല്ലാം ഉള്ളത് അതുപോലെ തന്നെ വരക്കാൻ ആവശ്യപ്പെടുകയാണ് ചെയ്തത്. അങ്ങനെ അദ്ദേഹം പെയിന്റിംഗ് ആരംഭിക്കുന്നതിന് മുൻപ് ഓരോ കോട്ടിയേഴ്സും, അതായത് കൊട്ടാര നിവാസികൾ ടില്ലിനെ വന്ന് കാണുകയും അവരെ ആ പെയിന്റിങ്ങിൽ കാണാൻ വളരെ പെർഫെക്റ്റ് ആയിരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. വയസ്സായതിന്റെ അടയാളങ്ങളോ അല്ലെങ്കിൽ മുഖത്ത് വല്ല പാടുകളോ കാണിച്ചാൽ അവനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ ടില്ലിന് മനസ്സിലായി എല്ലാവരെയും പ്രീതിപ്പെടുത്തുന്ന ഒരു ചിത്രം തനിക്ക് വരക്കാൻ കഴിയില്ലെന്ന് അയാൾക്ക് ഉറപ്പായിരുന്നു. ആർക്കും ഒരു തൃപ്തിക്കുറവ് വരുത്താതെ എങ്ങനെ ചിത്രം വരക്കാമെന്ന് ടിൽ ആലോചിച്ചു. പക്ഷെ എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ അവൻ ആ ചിത്രം വരക്കാൻ കഴിയില്ല എന്നവന് മനസ്സിലായി. അങ്ങനെ ഒരു പോർട്രേറ്റും, അതായത് ഒരു ചിത്രങ്ങളും വരക്കുന്നില്ല എന്നവൻ തീരുമാനിച്ചു. പക്ഷേ അവൻ ആ പെയിന്റിംഗ് വരച്ചു തീർക്കാൻ കുറച്ചധികം ദിവസം വേണമെന്ന് രാജാവിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ അവസാനം ആ പെയിന്റിംഗ് കാണിക്കാനുള്ള സമയമായി. അവിടെ അവൻ ഒരു സൂത്രം പ്രയോഗിച്ചു. ഹി അനൗൺസ്ഡ് ദാറ്റ് ഓൺലി ദോസ് വിത്ത് നോബിൾ ബ്ലഡ് ഇൻ ദെയർ വെയിൻസ് വുഡ് ബി ഏബിൾ ടു സീ ദ പിക്ചർ. അങ്ങനെ ടിൽ പറഞ്ഞു, രാജകീയമായ രക്തം സ്വന്തം നാഡികളിലൂടെ ഒഴുകുന്ന മാത്രമേ ആ പിക്ചർ കാണാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുക ഒരു പ്ലെയിൻ പിക്ചർ, അതായത് ഒന്നുമില്ലാത്ത ഒരു ഫോട്ടോയാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുക എന്നും പറഞ്ഞു. അങ്ങനെ അവരുടെ സിരകളിലൂടെ രാജകീയ രക്തം ഒഴുകുന്നുണ്ട് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി, തെളിയിക്കാൻ വേണ്ടി ഓരോരുത്തരും തനിക്ക് ആ പിക്ചർ കാണാൻ കഴിയുന്നുണ്ട് എന്ന രീതിയിൽ അഭിനയിച്ചു. കാണാത്ത പെയിന്റിങ്ങിനെ കുറിച്ച് ഓരോരുത്തരും പ്രശംസിച്ച് പറയാൻ തുടങ്ങി. ശരിക്കും ടിൽ അവരുടെ പിക്ചർ വരച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം രാജാവിന് എല്ലാവരെയും അവർ ഇപ്പോൾ എങ്ങനെയാണ് ഉള്ളത് അതുപോലെ തന്നെ കറക്റ്റായിട്ട് വരക്കണമായിരുന്നു. പക്ഷേ അവിടുത്തെ കൊട്ടാര നിവാസികൾക്ക് അവരെ ഒന്നുകൂടി പെർഫെക്റ്റ് ആക്കി വരക്കണമെന്നായിരുന്നു. അപ്പോൾ ടില്ലിന് മനസ്സിലായി, അവൻ ആ പിക്ചർ വരച്ചാൽ ഒന്നുകിൽ അവനെ രാജാവ് കൊല്ലും അല്ലെങ്കിൽ മറ്റുള്ള അവനെ കൊല്ലും. അതുകൊണ്ട് തന്നെ അവനൊന്നും വരക്കാതെ അവരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ഒരു സൂത്രം പ്രയോഗിച്ചതായിരുന്നു. അവസാനം ആ കൊട്ടാരത്തിൽ ഒരു ഫൂളായ ആൾ പറഞ്ഞു, അയാളുടേത് രാജകീയ രക്തമൊന്നുമല്ല, അതുകൊണ്ട് തന്നെ അയാൾക്ക് ആ ക്യാൻവാസിൽ ഒന്നും കാണാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ടില്ല് മെല്ലെ അവിടെ നിന്ന് എസ്കേപ്പായി അയാളുടെ കഴുതയുമായി പോയിരുന്നു. ഈ സ്റ്റോറി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ഇതിൽ പറയുന്നത് നമ്മുടെ സ്മാർട്ട്നെസ് കൊണ്ട് എങ്ങനെ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ കൈകാര്യം ചെയ്യാം എന്നതാണ്. ഈ സ്റ്റോറിയിൽ ടില്ലും ചെയ്തത് അതുതന്നെയാണ്. ആർച്ച്ഡ്യൂക്കിനും അവിടുത്തെ മറ്റു കൊട്ടാര നിവാസികൾക്കൊന്നും ഒരു നീരസം വരുത്താതെ, തൃപ്തിക്കുറവ് വരുത്താതെ എങ്ങനെ വരക്കുമെന്നാണ് അവൻ ആലോചിച്ചത്. നല്ല സ്കില്ലുള്ള ഒരു പെയിന്ററിന് അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ എന്നാലും ടിൽ അതിന് തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ അവിടെ അവൻ അവന്റെ സ്മാർട്ട്നെസ് കാണിക്കുകയാണ് ഉണ്ടായത്. ആ പെയിന്റിംഗ് ക്യാൻവാസിൽ ഒന്നും ഉണ്ടായിരുന്നില്ല, അത് ഫുള്ള് ബ്ലാങ്ക് ആയിരുന്നു, അതിലൊന്നും തന്നെ വരച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അവൻ അതിൽ നിന്നും ബുദ്ധിപരമായി രക്ഷപ്പെടുകയും ചെയ്തു.
സോ ഇതായിരുന്നു ദ മിസ്റ്റീരിയസ് പിക്ചർ എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോറിയിൽ പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കെല്ലാം ഷെയർ ചെയ്യുക. താങ്ക്